തമിഴ്നാട് പന്തല്ലൂരിൽ 3 വയസ്സുകാരിയെ പുള്ളിപ്പുലി ആക്രമിച്ചു കൊലപ്പെടുത്തിയതിൽ വ്യാപക പ്രതിഷേധം. ഗൂഡല്ലൂർ, പന്തല്ലൂർ ഭാഗങ്ങളിൽ നാട്ടുകാർ മണിക്കൂറുകളോളം റോഡ് ഉപരോധിച്ചു. പുലിയെ പിടികൂടിയെങ്കിലും വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം തുടരുമെന്ന് നാട്ടുകാർ അറിയിച്ചു. ഇക്കാണുന്ന ജനസാഗരത്തിന്റെ പ്രതിഷേധത്തിനൊടുവിലാണ് പിഞ്ചുകുഞ്ഞിനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ പുള്ളിപ്പുലിയെ അധികൃതർ പിടികൂടിയത്. ഗതാഗതം പൂർണ്ണമായും സ്തംഭിപ്പിച്ചായിരുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം വിവിധയിടങ്ങളിൽ നടന്നത്. പന്തല്ലൂർ, ഗൂഡല്ലൂർ, ദേവാല, ചേരമ്പാടി, എരുമാട്, കൊളപ്പുള്ളി എന്നിവിടങ്ങളിലാണ് നാട്ടുകാർ റോഡ് ഉപരോധിച്ചത്. ഇവിടെ ജനങ്ങളൊക്കെ പൊതുജനങ്ങളാണ്, ഇവിടെ രാഷ്ട്രീയമല്ല. അപ്പൊ ഞങ്ങൾക്ക് ആവശ്യം പുലിനെ പിടിക്കണം എന്നല്ല ആഗ്രഹമാണ്. ആ പുലിനെ പിടിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ ഞങ്ങളൊക്കെ അറിയിക്കുകയാണെങ്കിൽ ഞങ്ങൾ പോവും. റോഡ് ഉപരോധിച്ച് കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് ലാത്തി വീശി. നാട്ടുകാരുടെ ആശങ്ക പരിഗണിക്കാതെയാണ് പോലീസ് പെരുമാറിയതെന്ന് മരിച്ച കുട്ടിയുടെ മാതാവ് മിലൻ ദേവി പറഞ്ഞു. हम लोग रास्ता में बैठे हुए थे तो आया तो बोल रहे हैं कि हम लोग बच्चा चाहिए, तो कुछ नहीं बोला और फिर से है न लेडीज पुलिस को बुला ली और पूरा धक्का मुक्का कर रहे हैं, मारपीट कर दिया और फिर से है हम लोग के कुछ बात नहीं मान रहे हैं ऐसे कह के। और आप लोग उन सब के हम लोग बोले कि आप लोग के साथ में ऐसे होता तो आप लोग कैसे होते, हम लोग की मजबूरी अभी नहीं समझ रहे हैं, बोल रहे पर भी कुछ नहीं मान रहा है, सबके धक्का मुक्का करके और हम लोग के साइड कर दिया. പുലിയെ പിടിച്ചതിനു ശേഷവും നാട്ടുകാരുടെ പ്രതിഷേധം തുടർന്നു. മേഖലയിൽ കൂടുതൽ പുലികളുടെ സാന്നിധ്യമുണ്ടെന്നും ഒരു പുള്ളിപ്പുലിയെ പിടിച്ചതുകൊണ്ട് മാത്രം പരിഹാരമാവില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് നീലഗിരി ജില്ലാ കളക്ടർ നേരിട്ടെത്തി അറിയിച്ചെങ്കിലും പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയില്ല. തുടർന്ന് പോലീസ് ലാത്തി വീശി. വന്യമൃഗശല്യം പന്തല്ലൂരും ദേവാലയവും അടങ്ങുന്ന നീലഗിരി മേഖലയിലെ പതിവ് കാഴ്ചയാണ്. കേവലം നഷ്ടപരിഹാരത്തുകയ്ക്കപ്പുറത്തേക്ക് വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരമുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് നാട്ടുകാർ അറിയിക്കുന്നത്. ഉണ്ണിത്തൂരിനും നന്ദുവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ, പന്തല്ലൂർ.